UDFന് ഭൂരിപക്ഷം കിട്ടി, സതീശൻ മുഖ്യമന്ത്രിയായി. പക്ഷേ ഇതിന് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദമെന്നും ലീഗിന് നൽകുന്ന മന്ത്രിസ്ഥാനമെന്നും കേരളം നശിക്കാൻ കാരണമാകും എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവർ എന്ത് രാഷ്ട്രീയമാണ് പറയുന്നത്? ഇത് രാഷ്ട്രീയമല്ല, പച്ചയായ വർഗീയതയാണ്. ഇതൊരു പറ്റിക്കൽ രാഷ്ട്രീയമാണ്. സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഭീതി വിതച്ച് ലാഭം കൊയ്യാൻ നോക്കുന്ന വിദ്വേഷ രാഷ്ട്രീയം. മുഹമ്മദ് റിയാസ് മന്ത്രിയായപ്പോഴും നമ്മളിത് കണ്ടതാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഇവരുടെ പ്രശ്നം. ഇന്ന് സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പേരിൽ മതമില്ലാത്തതുകൊണ്ട് അവർ ലീഗിനെ ലക്ഷ്യം വെക്കുന്നു. ചുരുക്കത്തിൽ പേരോ മതമോ മാറിയാലും ഇവരുടെ ഉള്ളിലെ വിദ്വേഷത്തിന് മാറ്റമൊന്നുമില്ല. ലീഗിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് സതീശൻ മുഖ്യമന്ത്രിയായതെന്ന് പറയുന്നവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ. ഒരു മുന്നണിയിലെ ഘടകകക്ഷികൾ ചർച്ച നടത്തി തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നു മുതൽക്കാണ് വർഗീയതയായത്. ഇവിടെ പ്രശ്നം സതീശനോ ലീഗോ അല്ല, മറിച്ച് കേരളത്തിലെ സമാധാനപരമായ അന്തരീക്ഷമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന ഈ വിഷപ്പാമ്പുകൾ ഒരു കാര്യം ഓർക്കണം. ഇത് കേരളമാണ്. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും നമ്മൾ ആദ്യം മലയാളികളാണ്. ഇവിടെ പച്ചയും ചുവപ്പും നീലയും ഒക്കെ പരസ്പരം പോരടിക്കാറുണ്ട്. പക്ഷേ വർഗീയതയുടെ കാവി പടരാൻ നമ്മൾ ആരും അനുവദിക്കില്ല. ഈ നാടിൻ്റെ ഐക്യം തകർക്കാൻ വരുന്ന വിഷപ്പാമ്പുകളെ നമ്മൾ ഒന്നിച്ചു നേരിടും. രാഷ്ട്രീയം രാഷ്ട്രീയമായി പറയൂ, അല്ലാതെ വർഗീയതയുടെ മാരക വിഷം ചീറ്റരുത്. ഇത് കേരളമാണ്. ഇവിടെ നിങ്ങളുടെ വിഭജന രാഷ്ട്രീയത്തിന് മാളങ്ങൾ മാത്രമേ ഉണ്ടാകൂ, സിംഹാസനങ്ങൾ ഉണ്ടാവില്ല. നന്ദി. ജയ് ഹിന്ദ്.